Hi guys, welcome to Introvert Vlogs. Homemade wine in the day 48. നമ്മളിതൊരു 45 ദിവസം വെക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ 48ാമത്തെ ദിവസമാണ് ഇത് തുറക്കുന്നത്. അന്ന് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഇളക്കിയായിരുന്നു മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ബട്ട് ഇന്നാണ് നമ്മളത് ആക്ച്വലി കുപ്പിയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഒരു വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെരുവത്തിലേക്ക് നമ്മളെല്ലാ 4 ജാറിലെയും വൈനിനെ ഫിൽറ്റർ ഉപയോഗിച്ച് കമത്തുവാണ്. അതിൽ നമ്മൾ ഉണ്ടായിരുന്ന പൾപ്പ് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ പരിപാടി. വൺസ് പൾപ്പ് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ പൾപ്പിനെ സ്ക്വീസ് ചെയ്ത് അതിൽ നിന്ന് റിമൈനിങ് വൈൻ ആ ജ്യൂസ് ഫുള്ള് കളക്ട് ചെയ്തതിന് ശേഷം പൾപ്പിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതിൽ നമുക്ക് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, സ്പൈസസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളത് റീപാക്ക് ചെയ്യും. ഇതൊരു 2-3 ഡേയ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ വൈൻ സെറ്റായി. ഇന്ന് തന്നെ നല്ല സ്മെല്ല് ആൻഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ രുചി നോക്കണ്ടേ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ നല്ല രുചിയാണ്. നമ്മളതിന് കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ സിനമൺ പൗഡറിൻ്റെയും ഏലക്കേൻ്റെയും ചെറിയ ഹിൻ്റ് ഉണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മാതിരി തന്നെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്യുകയാണ് ഇവിടെ. ആഡ് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് നല്ല കഴുകി ഉണക്കിയ കുപ്പിയിലേക്ക്, നമ്മൾ സെയിം കുപ്പിയാണ് റീയൂസ് ചെയ്യുന്നത്, പക്ഷേ വാഷ് ചെയ്ത് കഴുകി ഉണക്കിയ കുപ്പിയിൽ നമ്മളിത് പിന്നെയും റീഫില്ല് ചെയ്യുകയാണ്. റീഫിൽ ചെയ്ത് ഒരു 2-3 ദിവസത്തേക്ക് പിന്നെയും അവിടെ വെക്കും. നമ്മളിത് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഇതിന് മധുരം സെറ്റിൽഡായി കഴിയുമ്പോൾ വൈൻ നല്ല രുചികരമായിരിക്കും. ഇത് ഞാൻ തിരിച്ച് എയർലോക്ക് സിസ്റ്റം റീഫില്ല് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും എയർലോക്ക് എടുത്ത് കഴിയുമ്പോൾ അതിനെ പഴയ വെള്ളത്തിനെ കളഞ്ഞ് പുതിയ വെള്ളം വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത് ഒരു പഴയ കൂളർ ബോക്സിലാണ്. കൂളർ ബോക്സിൽ എയർലോക്ക് സിസ്റ്റം കാരണം അടയ്ക്കാൻ പറ്റാത്തത് കാരണം പഴയ ജമ്പറോ എന്തെങ്കിലും വെച്ച് ഇൻസുലേറ്റ് ചെയ്യാൻ മറക്കരുത്. കുപ്പി നല്ല വാമായിരിക്കണം, എസ്പെഷ്യലി തണുപ്പ് കാലത്ത്. ഈ കാണുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ഫോളോവിങ്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.